ഹലോ, ഇന്നൊരു പനീർ ബുർജി ഉണ്ടാക്കിയാലോ? വായോ. മിൽക്കി മിസ്സിൻ്റെ ഒരു 200 ഗ്രാം പാക്കാണ് കേട്ടോ എടുത്തത് പനീറിൻ്റെ. അതായത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവനും ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ തവ വെച്ചിട്ട് അതിലേക്ക് നെയ്യും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ജീരകം ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് തക്കോലവും ഗ്രാമ്പൂവും പട്ടയും ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കുക. അതിലേക്ക് ഒരു സവോള ഇതുപോലെ കുനുകുന അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്ത് ഒന്ന് ചേർത്ത് വെച്ച് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പിടാനായിട്ട് ആൾ ഓടി എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ കുറേ ഉപ്പൊക്കെ വരുത്തട്ടി കേട്ടോ. ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ട് ബാക്കി മാറ്റിയായിരുന്നേ. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാല, മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. അതൊരു 5 മിനിറ്റ് ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മുടെ ഉടച്ച പനീർ ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. പിന്നെ ഈ പനീർ വേകാനുള്ള വെള്ളം ചേർത്ത് വെച്ച് ഒരു 10 to 12 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. വേവിച്ച ശേഷം അതിലേക്ക് മല്ലിയിലിടാനായിട്ട് ദാശ വീണ്ടും ഓടി എത്തിയിട്ടുണ്ട്. മല്ലിയില കൂടിയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലിയില ഇട്ടു. അപ്പോൾ അതാ നമ്മുടെ പനീർ ബുർജി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇവിടുത്തെ ട്രൈ ചെയ്യാനുള്ള ആളെത്തിയിട്ടുണ്ട്. അവൻ കഴിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ടാറ്റാ.